എന്നുണ്ണിക്കണ്ണാ പൊന്നുണ്ണിക്കണ്ണാ നീ എന്തേ വന്നില്ല? നീ ഇന്നു വന്നാൽ പൊന്നുമ്മ തന്നാൽ വെണ്ണക്കൂടം നൽകാം. പാട്ടെല്ലാവരും കേട്ടിട്ടുണ്ടാവും. വളരെ മനോഹരമായിട്ടുള്ള ഒരു കണ്ണൻ്റെ പാട്ടാണ്. ഇന്ന് നമ്മൾ പഠിക്കാൻ പോകുന്നത് ഈ ഒരു പാട്ടാണ്. അപ്പോൾ നിങ്ങൾക്ക് വിഷുവിനൊക്കെ വേണ്ടിയിട്ട് നല്ലൊരു പാട്ട് പഠിച്ചു വയ്ക്കുക. അപ്പോൾ ഈ പാട്ട് തന്നെ ആയിക്കോട്ടെ. ഓക്കെ, എല്ലാവർക്കും നമസ്കാരം. ദീപ്ത സംഗീതത്തിലേക്ക് സ്വാഗതം. ഞാൻ ദീപ കിഷോർ. ഞാൻ ഇട്ട് തരുന്ന പാട്ടുകളൊക്കെ നിങ്ങൾക്ക് ഇഷ്ടപ്പെടുന്നുണ്ടല്ലോ അല്ലേ? ഒരുപാട് പേര് പറഞ്ഞിട്ടുണ്ടായിരുന്നു ഈ പാട്ട് പഠിപ്പിക്കാൻ വേണ്ടിയിട്ട്. അപ്പോൾ നമ്മൾ ഇന്ന് ഈ പാട്ടാണ് പഠിക്കുന്നത്. ഓക്കെ, അപ്പോൾ ഇത് നമ്മൾ സുജാത ചേച്ചിയുടെ മോള് ശ്വേത പാടിയിട്ടുള്ള പാട്ടാണ്. അപ്പോൾ അവരുടെ വോയിസ് എന്ന് പറഞ്ഞാൽ അത്ര നല്ല സ്വീറ്റ് വോയിസാണ്. അപ്പോൾ നമ്മളത് കേൾക്കുമ്പോൾ നമുക്ക് ഓട്ടോമാറ്റിക്കായിട്ട് നമുക്ക് തോന്നും എൻ്റെ വോയിസ് ഇവിടെ എത്തുമോ, അല്ലെങ്കിൽ ഞാൻ പാടുമ്പോൾ ഇത്രയും ഭംഗിയായിട്ട് വരുമോ എന്നൊക്കെ നമുക്ക് തോന്നും. പക്ഷേ അതൊന്നും നമ്മൾ ചിന്തിക്കേണ്ട. നമ്മളെ വോയിസിന് നല്ല ഭംഗിയുള്ള വോയിസ് തന്നെയാണെന്ന് നമ്മൾ ചിന്തിക്കണം. എന്തായാലും നമ്മളെ വോയിസിന് നല്ലൊരു ഭംഗി ഉണ്ടാവും. എല്ലാവരുടെ വോയിസും നല്ല സുഖമുള്ള വോയിസാണ്. പക്ഷെ നമ്മളാരും അത് മനസ്സിലാക്കുന്നില്ല എന്നുള്ളതാണ്. എല്ലാവരും നല്ല സ്വീറ്റ് ആയിക്കൊള്ളണമെന്നില്ല. ഹാർഡ് വോയിസ് ആയാലും അത് കേൾക്കുമ്പോൾ നമുക്ക് നല്ല സുഖം ഉണ്ടാവും. അതുപോലെ നമ്മൾ പാടിയെടുക്കണമെന്നേ ഉള്ളൂ പാട്ടുകൾ. അപ്പോൾ നമുക്ക് പതുക്കെ അതിൻ്റെ പല്ലവിയിലേക്ക് കയറാം. ആദ്യം ഒരു കോറസായിട്ട് കുറച്ച് ലൈൻസ് ഉണ്ട്, അത് പാടിത്തരാം. അതാണ് ഞാൻ നേരത്തെ പാടിയിട്ടുണ്ടായിരുന്നത്. അത് പാടിത്തരാം. അത് കഴിഞ്ഞിട്ട് പല്ലവി, അനുപല്ലവി, ചരണം അങ്ങനെ നമുക്ക് പഠിക്കാം. അപ്പോൾ നോക്കാം. ശ്രുതി വെച്ചിട്ടുള്ളത് സി ഷാർപ്പാണ് കേട്ടോ. ഇതിൻ്റെ കുറച്ചൊരു ഹൈ പോകുന്നുണ്ട് പാട്ട്. അനുപല്ലവിയിലൊക്കെ വരുമ്പോൾ കുറച്ച് ഹൈ ആയിട്ട് പോകുന്നുണ്ട്. അപ്പോൾ സി ഷാർപ്പാണ് നമ്മൾ വെച്ചിട്ടുള്ളത്. സി ഷാർപ്പിൽ തന്നെ പാടി പഠിക്കാൻ വേണ്ടിയിട്ട് നോക്കണം. ഓക്കെ, പിന്നെ നമ്മൾ ചാനൽ ഇഷ്ടപ്പെടുകയാണെങ്കിൽ തീർച്ചയായിട്ടും നിങ്ങളൊന്ന് ലൈക്ക് ചെയ്യാൻ മറന്നു പോകരുത് കേട്ടോ. ലൈക്ക് ചെയ്യാൻ വേണ്ടിയിട്ട്, പിന്നെ സബ്സ്ക്രൈബ് ചെയ്യുക, എല്ലാവർക്കും ഒന്ന് ഷെയർ ചെയ്ത് കൊടുക്കുകയും ചെയ്യണം കേട്ടോ. അപ്പോൾ നമുക്ക് തുടങ്ങാം. ഓക്കെ. എന്നുണ്ണിക്കണ്ണാ പൊന്നുണ്ണിക്കണ്ണാ നീ എന്തേ വന്നില്ല. അപ്പോൾ ഒരു വരി തന്നെ നോക്കൂ. എന്നുണ്ണിക്കണ്ണാ, കണ്ണനോടുള്ള ആ ഒരു സ്നേഹം നമ്മൾ ആ ഒരു വരികളിൽ ഉണ്ടായിരിക്കണം നമ്മൾ പാടുമ്പോൾ. എന്നുണ്ണിക്കണ്ണാ പൊന്നുണ്ണിക്കണ്ണാ, അടിച്ചടിച്ച് പാടണം ഓരോ വരികളും. ഓക്കെ, എന്നുണ്ണി എന്നുണ്ണിക്കണ്ണാ, കണ്ടോ? ഒക്കെ ഓരോന്നും അടിച്ചടിച്ചാണ് നമ്മൾ പാടുന്നത്. കണ്ണാ കണ്ണാ പൊന്നുണ്ണി, ഒക്കെ ജസ്റ്റ് ഒന്ന് പുഷ് ചെയ്ത് പാടി കൊടുക്കണം. പൊന്നുണ്ണി കണ്ണാ കണ്ണാ, കണ്ടോ? പ്ലെയിൻ അല്ല അത്. ആ നോട്ടൊക്കെ ശ്രദ്ധിച്ച് പാടണം കേട്ടോ. നീ എന്തേ അതും തള്ളി കൊടുത്തിട്ടാണ് പാടുന്നത്. നീ എന്തേ വന്നീല. അവിടെ ഒരു സംഗതി കൊടുത്തിട്ടുണ്ട്. ഈ സംഗതികൾ കുറേ ഭാഗങ്ങളിലുണ്ട്. ഇതെന്തായാലും നിങ്ങളിത് പഠിച്ചു വെക്കണം കേട്ടോ. വന്നീല ആ സംഗതി. അപ്പം അത് ഒന്ന് ശ്രദ്ധിച്ച് കുറച്ച് സമയം ഇരുന്ന് തന്നെ ആ സംഗതി നിങ്ങൾ പഠിക്കണം കേട്ടോ. അടുത്തത്, നീ ഇങ്ങോ വന്നാൽ കണ്ടോ? എല്ലാം നമ്മൾ അടിച്ചടിച്ചാണ് പാടുന്നത്. നീ ഇങ്ങോ വന്നാൽ എന്നല്ല, അത് നമ്മൾ പ്ലെയിൻ ആണ്. വന്നാൽ കണ്ടോ? അത് രണ്ടും തമ്മിലുള്ള വ്യത്യാസം മനസ്സിലാക്കിയിട്ട് പഠിക്കുക നിങ്ങൾ. പൊന്നുമ്മ തന്നാൽ ആ വന്നാൽ തന്നാൽ ഇതൊക്കെ ശ്രദ്ധിച്ച് പാടണേ. വെണ്ണക്കൂടം നൽകാം എന്നാണ്. വെണ്ണക്കൂടം നൽകാം എന്നാണ്. അപ്പം ആ രണ്ട് വരി. എന്നുണ്ണിക്കണ്ണാ പൊന്നുണ്ണിക്കണ്ണാ നീ എന്തേ വന്നീല. നീ വന്നാൽ പൊന്നുമ്മ തന്നാൽ വെണ്ണക്കൂടം നൽകാം. ഓക്കെ, ഇനി നോക്കൂ, അടുത്തത് നോക്കൂ. അപ്പം നമ്മൾ ഇപ്പോൾ പാടിയിട്ടുള്ളത് ഫസ്റ്റ് നമ്മൾ പാടുന്ന കുറച്ച് കോറസ് ഉണ്ട്, അതാണ് പാടിയിട്ടുള്ളത്. നമ്മൾ പല്ലവി നോക്കൂ. അമ്പാടിക്കണ്ണാ നീയാട് പൂമയിൽ പി
അമ്പാടിക്കണ്ണാ നീയാട് പൂമയിൽ പീലിതൻ ചേലാട് ഒരു വെള്ളിത്താലം നിറയെ പൂവും എന്നുണ്ണിക്കണ്ണനല്ലേ നിറനാഴിയോളം കുന്നിക്കുരുമണി എൻ വെണ്ണക്കണ്ണനല്ലേ ഇന്നല്ലോ കണ്ണൻ്റെ പാലൂട്ട് കാണുമ്പോൾ കണ്ണിന് തേനൂട്ട് ഇന്നല്ലോ കണ്ണൻ്റെ പാലൂട്ട് കാണുമ്പോൾ കണ്ണിന് തേനൂട്ട്. ഇതാണ് പല്ലവിയിൽ വരുന്നത്. ഇപ്പോൾ ഓരോ വരി വെച്ച് നോക്കൂ. അമ്പാടിക്കണ്ണാ അമ്പാടി അമ്പാടിക്കണ്ണാ നീയാട് നീയാ നീയാ ഇങ്ങനെ കൊണ്ടുവരണം. അവിടെ നീയാട് എന്നാണ്. നീയാട് അവിടെയൊക്കെ കുഞ്ഞു കുഞ്ഞു സംഗതികളുണ്ട്. അതുകൂടെ ശ്രദ്ധിച്ച് പഠിക്കണം കേട്ടോ. പ്ലെയിനായിട്ട് പാടുമ്പോൾ അത്ര ഒരു ഭംഗി ഇങ്ങോട്ട് വരില്ല. എന്നാലും ഭംഗി കുറവൊന്നുമില്ല, കുഴപ്പമൊന്നുമില്ല. പ്ലെയിനായിട്ടാണ് നിങ്ങൾക്ക് പാടാൻ കിട്ടുന്നതെന്നുണ്ടെങ്കിൽ പ്ലെയിനായിട്ട് പാടിയാൽ മതി. സംഗതികൾ പാടിയിട്ടത് കൊളാക്കരുത്, ബോറാവരുത്. ഓക്കെ. അപ്പോൾ നിങ്ങൾക്ക് പ്ലെയിനായിട്ട് പാടുകയാണെങ്കിൽ ഓക്കെ, അങ്ങനെ പാടിക്കോളൂ. അമ്പാടിക്കണ്ണാ നീയാട്. ഓക്കെ. പൂമയിൽ പൂമയിൽ ആണ്. പൂമയിൽ പീലിതൻ പീലിതൻ ചേലാട് എന്നാണ്. പൂമയിൽ പീലിതൻ പീലിതൻ ചേലാട് ചേലാട് എന്നാണ്. ഓക്കെ. അടുത്ത വരി ഒരു വെള്ളി എന്നാണ് കേട്ടോ. ഒരു എന്നെടുക്കണം. ഒരു വെള്ളി താലം നിറയെ താലം താലം നിറയെ എന്ന് കൊണ്ടുവരണം. ആ താലം എന്നുള്ളിടത്തുനിന്ന് ജസ്റ്റ് പൊക്കിയിട്ടാണ് നിറയെ അവിടേക്ക് എത്തുന്നത്. താലം നിറയെ പൂവും എന്നുണ്ണി എന്നുണ്ണി എന്നാണ് കേട്ടോ. എന്നുണ്ണി കണ്ടോ. ആ ഓരോ വേർഡും പറയുമ്പോൾ അത് ശ്രദ്ധിച്ച് പറയണം. എന്നുണ്ണിക്കണ്ണനല്ലേ എന്നുണ്ണിക്കണ്ണനല്ലേ ഇങ്ങനെ വരണം. കണ്ണനല്ലേ ആ ഒരു ഫ്ലോ അവിടെ വരണം, ആ ഒരു വരിയിൽ. അടുത്ത വരി നിറനാഴിയോളം, അതേപോലെ തന്നെ നിറനാഴിയോളം യോളം മുകളിലേക്ക് കൊണ്ടുപോകണം. നിറനാഴിയോളം കുന്നി കുന്നി എന്നെടുക്കണം. നിറനാഴിയോളം എന്നുള്ളത് പൊക്കിയിട്ട് കുന്നി, അവിടെ മുകളിലാണ് കുന്നി എന്നുള്ളത് എടുക്കേണ്ടത്. നിറനാഴിയോളം കുന്നി കുരുമണി ഒക്കെ മുകളിൽ കുന്നി കുരുമണി എൻ വെണ്ണ എൻ എൻ എന്നെടുക്കണം. എൻ വെണ്ണ കണ്ണനല്ലേ അതും വലിച്ച് താഴോട്ട് കൊണ്ടുവരണം. കണ്ണനല്ലേ കണ്ടോ, മുകളിൽ പോയിട്ട് താഴേക്ക് വലിച്ചെടുക്കുകയാണ് ചെയ്യുന്നത്. പിന്നെ അടുത്ത വരി ഇന്നല്ലോ ഇന്നല്ലോ കണ്ണൻ്റെ കണ്ണ കണ്ണ, അവിടെയും ചെറിയ സംഗതി കൊടുക്കുന്നുണ്ട്, ശ്രദ്ധിക്കണം. ഇന്നല്ലോ കണ്ണൻ്റെ പാലൂട്ട്, അവിടെ സംഗതി ഉണ്ട്. പാലൂട്ട് ആ സംഗതി അവിടെ കൊടുക്കണം. പാലൂട്ട് കാണുമ്പോൾ കണ്ണിന് കാണുമ്പോൾ കണ്ണിന്, അവിടെ ചെറിയ ചെറിയ നോട്ടുകളാണ്, ഒക്കെ നിങ്ങൾ ശ്രദ്ധിച്ച് പാടണം കേട്ടോ. കാണുമ്പോൾ കണ്ണിന് കണ്ണിന് കണ്ടോ, പ്ലെയിൻ അല്ല അവിടെ. കണ്ണിന് തേനൂട്ട് തേനൂട്ട്, ആ തേനൂട്ട് എന്നുള്ളത് പ്ലെയിൻ ആണ്. ബാക്കി കുഞ്ഞു കുഞ്ഞു സംഗതികൾ അവിടെയും ഇവിടെയും ഒക്കെ ഉണ്ട് ഈ പാട്ടിനകത്ത്. അതൊക്കെ നിങ്ങൾ ശ്രദ്ധിച്ച് പാടണം. ഓക്കെ. ഇനി നമുക്ക്, അപ്പോൾ നമ്മൾ ആ പല്ലവി കഴിഞ്ഞു. ഇനി നമ്മൾ അനുപല്ലവി നോക്കാം. അനുപല്ലവി ഒരു വെൺതാരമായി, ഹൈ നോട്ടാണ്. ഒരു വെൺതാരമായി കതിരിടും മോഹമായി യദുകുലദേവതയായി
കൊഞ്ചുന്ന പൈതലല്ലേ എന്നും കാതിൽ നിന്റെ നാദം തുള്ളിത്തുളുമ്പി നിന്നു എന്നാണ്. ഓക്കെ, അപ്പം നമുക്ക് നോക്കാം ഓരോ വരിയായിട്ട്. ഒരു വെൺതാരമായി, ഹൈ ആണ് നോട്ട്, ശ്രദ്ധിച്ച് പാടണം. നമ്മളെ വോയിസ് മുകളിലേക്ക് കയറി പോകണം കേട്ടോ. ഒരു വെൺതാരമായി താര ഇങ്ങനെ കൊണ്ടുവരണം. ഒരു വെൺതാരമായി കതിരിടും മോഹമായി യദുകുല ദേവാ, അവിടെ ആ സംഗതി വരുന്നുണ്ട്. ഓക്കെ, യദുകുല ദേവാ ദേവാ ആ സംഗതിയാണ് കേട്ടോ. നീയുണരൂ എന്നാണ്. ഓക്കെ, അടുത്ത വരി സ്വരലയ തീർത്ഥമാ എന്നാണ്. അതേപോലെ തന്നെ നമ്മൾ മുകളിൽ പാടി അതേപോലെ തന്നെ സ്വരലയ തീർത്ഥമാ കനി വീഴും മുരളിയിൽ, അവിടെ ഒരു സംഗതി കൊടുക്കുന്നുണ്ട്. മുരളിയിൽ എന്നുള്ളടത്ത് നോക്കുക, മുരളിയിൽ എന്ന് കൊടുക്കുന്നുണ്ട്. എന്നാണ് കേട്ടോ. ഈ ഒരു സ്റ്റൈലിൽ തന്നെ പാടി പോവാൻ നോക്കണം കേട്ടോ നിങ്ങൾ. മനസ്സിലായോ? എന്താണ്? ഇങ്ങനെയാണ്. ഓക്കെ, ഓരോ നവഗീതകം കണ്ടോ? നമ്മൾ ഓരോ വരികൾ പാടുമ്പോഴും ആ ഒരു ഫ്ലോ നമ്മൾ മനസ്സിലുണ്ടായിരിക്കണം. നമ്മളെങ്ങനെയാണ് ആ ഒരു ലൈൻസ് കൊണ്ടുപോകുന്നത് എന്നുള്ളത് നന്നായിട്ട് മനസ്സിലിങ്ങനെ ഉറപ്പിച്ച് വെക്കണം, എന്നാലേ നമുക്കത് കിട്ടുള്ളൂ. ഓക്കെ, ഓക്കെ, അടുത്ത വരി നോക്കൂ. നീയൻ കായാമ്പൂ വർണ്ണനല്ലേ, നീയൻ കായാമ്പൂ വർണ്ണനല്ലേ. നല്ല ചിരിച്ചു പാടണം കേട്ടോ. അപ്പോഴേ ആ ഒരു എന്താ പറയുക, കണ്ണിനോടുള്ള നമുക്ക് ആ ഒരു എന്താ അത്രയും സ്നേഹം ഉണ്ടല്ലോ, അതൊക്കെ നമുക്ക് ഇങ്ങോട്ട് പ്രകടിപ്പിക്കാൻ ഈ പാട്ടിലൂടെ നമ്മൾ പ്രകടിപ്പിക്കണമെങ്കിൽ ആ ഒരു സന്തോഷം നമ്മൾ പാടുമ്പോഴും ഉണ്ടായിരിക്കണം. ചിരിച്ചുകൊണ്ട് തന്നെ പാടണം. ഓക്കെ, നീയൻ കായാമ്പൂ വർണ്ണനല്ലേ. ഓക്കെ, ഞാൻ പറഞ്ഞുതരാം. നിങ്ങൾ ചിരിച്ച് പാടുന്നതും ചിരിക്കാതെ പാടുന്നതും തമ്മിലുള്ള വ്യത്യാസം നോക്കൂ. ഞാൻ ചിരിക്കാതെ ഒന്ന് പാടിത്തരാം, ചിരിച്ചിട്ടും പാടിത്തരാം, അപ്പം നിങ്ങൾക്കത് മനസ്സിലാവും. നീയൻ കായാമ്പൂ വർണ്ണനല്ലേ. ഓക്കെ, അടുത്ത് ഞാൻ ചിരിച്ച് പാടിത്തരാം. നീയൻ കായാമ്പൂ വർണ്ണനല്ലേ. അതാണ് തമ്മിലുള്ള വ്യത്യാസം കണ്ടോ. അപ്പം അത്രയും സന്തോഷം ആ വരികളിൽ ഉണ്ടായിരിക്കണം. നീയൻ കായാമ്പൂ വർണ്ണനല്ലേ ആ സംഗതി അവിടെ കൊടുക്കണം. കണ്ടാൽ ഓക്കെ, കണ്ടാൽ കൊഞ്ചുന്ന പൈതലല്ലേ അവിടെ ആ സംഗതി കൊടുക്കണം. ഓക്കെ, അടുത്ത വരെ എന്നും കാതിൽ ചിരിച്ചുകൊണ്ട് പാടണം കേട്ടോ. അവിടെയൊക്കെ നിന്റെ നാദം അതേപോലെയാണ് എന്നും എന്നുള്ള സംഗതി കൊടുക്കണം. എന്നും കാതിൽ നിന്റെ നാദം തുള്ളി തുളുമ്പി നിന്നു, തുള്ളി തുളുമ്പി നിന്നു. ഇങ്ങനെ പാടിക്കൊടുക്കണം അവിടെ. ഓക്കെ, ഇനി അതിൻ്റെ
നമ്മൾ പറഞ്ഞല്ലോ കോറസ് ഉണ്ട് എന്നുള്ളത്. ഫസ്റ്റ് നമ്മൾ പാടിയ കോറസാണ്. അതിൽ ചെറിയൊരു വ്യത്യാസം മാത്രമാണ് വരുന്നത്. അതായത് നമ്മൾ എന്നുണ്ണി കണ്ണാ പൊന്നുണ്ണി കണ്ണാ നീ എന്തേ വന്നീല, അത് നമ്മൾ പാടി അതേപോലെ തന്നെ പാടാം. നീ ഇങ്ങു വന്നാൽ പൊന്നുമ്മ തന്നാൽ പൊന്മയിൽ പീലി തരാം എന്നാണ്. നേരത്തെ നമ്മൾ പാടിയത് നീ ഇങ്ങു വന്നാൽ പൊന്നുമ്മ തന്നാൽ വെണ്ണക്കൂടം നൽകാം എന്നാണ്. പക്ഷെ രണ്ടാമത് നമ്മൾ പാടുമ്പോൾ നീ ഇങ്ങു വന്നാൽ പൊന്നുമ്മ തന്നാൽ പൊന്മയിൽ പീലി തരാം എന്നാണ്. അതിൽ ട്യൂണിൽ വലിയ വ്യത്യാസമൊന്നുമില്ല. അതുകൊണ്ട് നിങ്ങളത് കേട്ട് പഠിക്കുക കേട്ടോ. ഇനി നമുക്ക് ചരണം നോക്കാം. ചരണത്തിൽ സെയിം നമ്മൾ അനുപല്ലവി പാടിയ അതേ ട്യൂൺ തന്നെയാണ് ചരണത്തിലും വരുന്നത്. പക്ഷെ ഓരോ വരികളായിട്ട് ഞാൻ പാടിത്തരാം, അത് കേട്ട് പഠിക്കണം കേട്ടോ. ഒരു തെളിയും നിൻമുഖം കണി കാണുന്നതും നിറവല്ലേ, തൊഴുകൈയാലെ നിൻ സവിധം പൂകുവാൻ ശ്രീവത്സാംഗിക വരമരുളൂ, നീയൻ കാരുണ്യ സാരമല്ലേ, ഉള്ളിൽ തൂവുന്ന പുണ്യമല്ലേ, ഇന്നും എന്നിൽ നിന്റെ രൂപം പിലിയഴിഞ്ഞു നിന്നു, നീയൻ കാരുണ്യ സാരമല്ലേ, ഉള്ളിൽ തൂവുന്ന പുണ്യമല്ലേ, ഇന്നും എന്നിൽ നിന്റെ രൂപം പിലിയഴിഞ്ഞു നിന്നു. എന്നുണ്ണിക്കണ്ണാ പൊന്നുണ്ണിക്കണ്ണാ നീ എന്തേ വന്നീല, നീ ഇങ്ങു വന്നാൽ പൊന്നുമ്മ തന്നാൽ വെണ്ണക്കൂടം നൽകാം. ഫസ്റ്റ് നമ്മൾ പാടിയ ആ വരികളാണ് ലാസ്റ്റും നമ്മൾ പാടുന്നത്. ഓക്കെ, അപ്പോൾ നമുക്ക് ഓരോ വരികളായിട്ട് നോക്കാം. ഒരു പൊൻദീപമായി കേറ്റി പാടണം. ഒരു പൊൻദീപമായി ദീപ എന്നാണ് കേട്ടോ. ഒരു പൊൻദീപമായി തെളിയും നിൻമുഖം, തെളിയും നിൻമുഖം വലിച്ച് താഴോട്ട് കൊണ്ടുവരണം. കണി കാണുന്നതും അവിടെ സംഗതി കൊടുക്കണം. കണി കാണുന്നതും നിറവല്ലേ എന്നാണ്. നിറവല്ലേ എന്നാണേ. അടുത്തത് തൊഴുകൈയാലെ മുകളിലേക്ക് കൊണ്ടുപോവാണ്. തൊഴുകൈയാലെ ഇങ്ങനെയാണ് മുകളിലേക്ക് കൊണ്ടുപോകുന്നത്. തൊഴുകൈയാലെ നിൻ സവിധം പൂകുവാൻ, അവിടെയും ഒരു സംഗതി ഉണ്ട്. പൂകുവാൻ എന്നുള്ള സംഗതി ഉണ്ട്. ശ്രീവത്സാംഗിത ശ്രദ്ധിക്കണേ. അക്ഷരങ്ങൾ പറയുമ്പോൾ ഞാൻ ഇതിൻ്റെ മുന്നേയും വീഡിയോയിൽ പറഞ്ഞിട്ടുണ്ട്. നിങ്ങൾ ശ്രീ എന്നുള്ളത് ശ്രീ എന്ന് തന്നെ പറയണം, ശ്രീ എന്നായി പോകരുത് എന്നുള്ളത്. നമ്മൾ ഷാ ഇട്ടിട്ടാണല്ലോ വള്ളി ഇടുന്നത്. അപ്പം ശ്രീ എന്നാണ്. ശ്രീവത്സാംഗിത എന്നാണ് കേട്ടോ. ആ സംഗതികളൊക്കെ പഠിച്ചു വെക്കണേ. ഒരുപാട് സ്ഥലത്ത് ആ സംഗതികൾ നമ്മൾ ഉപയോഗിക്കുന്നുണ്ട്. അപ്പം ആദ്യമേ നമ്മൾ അതൊന്ന് പഠിച്ച് വെക്കണം. ഒന്ന് പ്രാക്ടീസ് ചെയ്ത് നോക്കിയിട്ട് വേണം പാടാൻ വേണ്ടിയിട്ട്. ശ്രീവത്സാംഗിത എന്നാണ്. അതേപോലെ നമ്മൾ ശ്രീ എന്നുള്ള വാക്ക് അതേപോലെ ഉച്ചരിക്കുമ്പം അതിൻ്റേതായിട്ടുള്ള ഒരു ഭക്തിയും അതിൻ്റേതായിട്ടുള്ള ഒരു ഭംഗിയൊക്കെ ഉണ്ടാവും. അപ്പം അതേപോലെ തന്നെ നിങ്ങൾ ഉച്ചരിക്കാൻ വേണ്ടിയിട്ട് നോക്കണം ശ്രീ എന്ന്. ഓക്കെ, പിന്നെ വരമരുളൂ എന്നുകൊണ്ടായിരുന്നു. ഓക്കെ, അടുത്ത വരി നോക്കൂ. നീയൻ കാരുണ്യ സാ
ഇങ്ങനെയാണ് കൊണ്ടുപോകേണ്ടത്. സാരമല്ലേ, അവിടെ ആ കുഞ്ഞി സംഗതി കൊടുത്തിട്ടുണ്ട്. സാരമല്ലേ ഉള്ളിൽ ഉള്ളിൽ, അവിടെ പാടേണ്ടത് ഉള്ളിൽ എന്നാണ്. ഉള്ളിൽ തൂവുന്ന പുണ്യമ പുണ്യ, അതുപോലെ എടുക്കണം അവിടെ. പുണ്യമല്ലേ ലേ ആ പുണ്യമല്ലേ ആ എന്ന് കൊണ്ടുവരണം. പിന്നെ ഇന്നുമിന്നിൽ ഇന്നുമിൻ, അവിടെ ശ്രദ്ധിച്ച് പാടണേ. ഇന്നുമിന്നിൽ എന്നാണ്. ഓക്കെ, ഇന്നുമിന്നിൽ നിന്റെ രൂപം, നിന്റെ രൂപം പീലിയഴിഞ്ഞു നിന്നു, പീലി പീലി പീലിയഴിഞ്ഞു നിന്നു എന്നാണ്. അങ്ങനെ ആ ഒരു ഫ്ലോയിൽ അവിടെ പാടിക്കൊണ്ടുവരണം നമ്മൾ. അതായത് ഇന്നുമിന്നിൽ നിന്റെ രൂപം പീലിയഴിഞ്ഞു നിന്നു, ഇങ്ങനെയാണ്. ഓക്കെ, പിന്നെ വരുന്നത് ഞാൻ പറഞ്ഞല്ലോ, കുറച്ച് വരുന്നുണ്ട്. എന്നുണ്ണിക്കണ്ണ പൊന്നുണ്ണിക്കണ്ണ നീ എന്തേ വന്നീല, നീ ഇങ്ങു വന്നാൽ പൊന്നുമ്മ തന്നാൽ വെണ്ണക്കൂടം നൽകാം എന്നാണ്. പിന്നെ നമ്മൾ വീണ്ടും എന്താ പല്ലവി പാടുന്നു. ഓക്കെ, അപ്പോൾ ഒന്ന് ജസ്റ്റ് പാടിത്തരാം. നമ്മൾ നിർത്തുകയാണ്. ഈ ഒരു പല്ലവി കൂടി പാടിക്കഴിഞ്ഞാൽ ഈ പാട്ട് തീർന്നു. ഓക്കെ, അപ്പം നോക്കി. അമ്പാടിക്കണ്ണാ നീയാട് പൂമയിൽ പീലിതൻ ചേലാട്, അമ്പാടിക്കണ്ണാ നീയാട് പൂമയിൽ പീലിതൻ ചേലാട്, ഒരു വെള്ളിത്താലം നിറയെ പൂവും എന്നുണ്ണിക്കണ്ണനല്ലേ, നിറനാഴിയോളം കുന്നിക്കുരുമണി എൻ വെണ്ണക്കണ്ണനല്ലേ, ഇന്നല്ലോ കണ്ണൻ്റെ പാലൂട്ട് കാണുമ്പോൾ കണ്ണിന് തേനൂട്ട്, ഇന്നല്ലോ കണ്ണൻ്റെ പാലൂട്ട് കാണുമ്പോൾ കണ്ണിന് തേനൂട്ട്, അമ്പാടിക്കണ്ണാ നീയാട് പൂമയിൽ പീലിതൻ ചേലാട്, അമ്പാടിക്കണ്ണാ നീയാട് പൂമയിൽ പീലിതൻ ചേലാട്. അപ്പോൾ ഇത്രയേ ഉള്ളൂ നമ്മളെ പാട്ട്. ഇതിൽ ഏത് ഭാഗമാണ് നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടതെന്നുണ്ടെങ്കിൽ ആ ഭാഗം മാത്രം നിങ്ങൾ പഠിച്ചിട്ട് നിങ്ങളൊരു വീഡിയോ ഒക്കെ ചെയ്തു നോക്കൂ. നല്ല രസം ഉണ്ടാവും. ഓക്കെ, ശ്രുതി മാത്രം വെച്ചിട്ട് പാടിയാലും മതി. നിങ്ങൾക്ക് കരോക്കെ വെച്ചിട്ട് പാടാൻ ബുദ്ധിമുട്ടാണെന്നുണ്ടെങ്കിൽ ശ്രുതി വെക്കുക. ഇതേപോലെ നമ്മളിപ്പോൾ ശ്രുതി വെച്ച പോലെ ശ്രുതി വെക്കുക. ഞാൻ പറഞ്ഞല്ലോ, ഞാൻ C ഷാർപ്പാണ് ശ്രുതി വെച്ചിട്ടുള്ളത്. അപ്പോൾ അതേപോലെ ശ്രുതി വെച്ചിട്ട് നിങ്ങൾ പാടി നോക്കണം. അപ്പോൾ നല്ല രസം ഉണ്ടാവും നിങ്ങൾ പാടുമ്പോൾ. ഓക്കെ, ഇതൊന്ന് പഠിക്കണം കേട്ടോ. ആദ്യം ഏത് ലൈനാണ് നിങ്ങൾക്ക് കൂടുതൽ ഇഷ്ടപ്പെട്ടത്, ഏത് പാരഗ്രാഫാണ് എന്ന് വെച്ചാൽ അത് നോക്കിയിട്ട് പഠിക്കാം. എന്നിട്ട് ആ കുറച്ച് ഭാഗം മാത്രം നമ്മളൊന്ന് പാടി ഒന്ന് നോക്കൂ, നല്ല രസം ഉണ്ടാവും. ഓക്കെ, അപ്പോൾ നമുക്ക് ഇന്നത്തെ വീഡിയോ അവസാനിപ്പിക്കാം. നല്ലൊരു വീഡിയോ ആയിട്ട് വീണ്ടും കാണാം. നന്ദി, നമസ്കാരം.